welcome to my channel. So last class what we were discussing? We discussed about the quantum numbers, the quantum mechanical model of atom and how this quantum mechanical model was derived from quantum mechanics. All these concepts we have discussed in the last class. So today we are going to discuss the very simple topic, that is shape of orbitals. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഞാനൊക്കെ എൻ്റെ +1 സമയത്ത് ഈ ടോപ്പിക്ക് നോക്കിയിട്ടേ ഇല്ല. കാരണം ടെക്സ്റ്റ് നോക്കി നമുക്ക് നോക്കാനേ തോന്നില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വല്ല എന്തെങ്കിലുമൊക്കെ വെച്ച് ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് എക്സാമിന് എഴുതും. വേണ്ട, നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ആ ഒരു ടെക്സ്റ്റിൽ കൊടുക്കുന്ന അത്രയും ഡീപ്പായിട്ട് കൊടുത്ത് നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പോകും കേട്ടോ. ഈ ക്ലാസ് നന്നായി കേട്ടിട്ട് ഈ നോട്ട്സ് വായിച്ചോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ എന്ത് പഠിക്കാൻ പോകുന്നത്? ഷേപ്സ് ഓഫ് ഓർബിറ്റൽ. അപ്പം ഇത് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ ഈ ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും പോയിൻ്റായിട്ട് പറഞ്ഞാൽ ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ഒരിക്കലും എക്സാമിന് മാർക്ക് കിട്ടണമെന്ന് വെച്ച് ക്ലാസ് എടുക്കുന്നില്ല. കാര്യം മനസ്സിലായിട്ട് മാർക്ക് കിട്ടണമെന്ന് വിചാരിച്ച് മാത്രമേ ഞാൻ ക്ലാസ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഓരോ പോയിൻറ്റും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നെ പോകത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ബേസ് ചെയ്തിട്ട് അങ്ങനത്തെ ക്ലാസ് അല്ല ഇത്. നമുക്ക് ബേസ് കിട്ടിയും കൊണ്ട് മാർക്ക് മതി. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഷേപ്പ് ഓഫ് ഓർബിറ്റൽസ് ആണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് ഓർബിറ്റൽസ്. എന്തായിരുന്നു ഓർബിറ്റൽസ്? അപ്പോൾ ലാസ്റ്റ് ക്ലാസ് ശ്രദ്ധിച്ചവരൊക്കെ മനസ്സിൽ വരും. ഓർബിറ്റൽസ് പറഞ്ഞാൽ ദ സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓർ ദ 3-dimensional സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വേർ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇസ് മാക്സിമം. അതായത് ഇലക്ട്രോണിനെ ഇന്ന ഏരിയയിൽ കാണാം. ആ ഒരു 3-dimensional ഏരിയയാണ് കാണാം, പ്രോബബിലിറ്റിയാണ്. ആ ഒരു ഏരിയയെ പറയുന്ന പേരാണ് നമ്മൾ എന്താ പറയുന്നത്, ഓർബിറ്റൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളത് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഓർബിറ്റൽ അല്ലെങ്കിൽ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്? ഇറ്റ് വാസ് ഗിവൺ ബൈ Schrodinger വേവ് ഇക്വേഷൻ. Schrodingerന്റെ വേവ് ഇക്വേഷൻ ആണ് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ ഗിവൻ. അതായത് അതായത് സൈ² എന്ന് പറഞ്ഞ വേവ് ഫംഗ്ഷൻ്റെ സ്ക്വയർ വെച്ചിട്ടാണ് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ് നമുക്കൊരു ഓർബിറ്റൽ കിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പിന്നെ നമ്മൾ കുറേ ക്വാണ്ടം നമ്പേഴ്സിനെ പറ്റി പറഞ്ഞു അല്ലേ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ് അതൊക്കെ ഇവിടെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ടാണ് ഇതൊക്കെ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഷേപ്പ് ഓഫ് ഓർബിറ്റൽ ആണല്ലോ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഏതൊക്കെ ഓർബിറ്റൽസ് ഉണ്ട്, S, P, D, F. അതിൽ നിങ്ങൾ ആലോചിക്കേണ്ട മെയിൻ കാര്യം ഇതാണ്. L അസിമുത്തൽ ക്വാണ്ടം നമ്പർ 0 ആണെങ്കിൽ ഇറ്റ് ഇസ് S ഓർബിറ്റൽ. അസിമുത്തൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ ഇറ്റ് ഇസ് P. അസിമുത്തൽ ക്വാണ്ടം നമ്പർ 2 ആണെങ്കിൽ ഇറ്റ് ഇസ് D. ആൻഡ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ 3 ആണെങ്കിൽ ഇത് F ഓർബിറ്റൽ. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് പറയാൻ പോകും. അപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഷേപ്പ് ഓഫ് S ഓർബിറ്റലാട്ടോ. അപ്പോൾ ഓരോന്നും ഞാനിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഓർബിറ്റലിൻ്റെ ഷേപ്പിലേക്ക് പോകുന്നത്. എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്, ഡ്രോ ദ പിക്ചർ ഫോർ P ഓർബിറ്റലോ 4P ഓർബിറ്റൽ അങ്ങനെ, അല്ലെങ്കിൽ 4D ഓർബിറ്റലോ അങ്ങനെ വരയ്ക്കാൻ ചോദിക്കും. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ഓർബിറ്റൽസ്, അതിൻ്റെ പിക്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം, അതിന് മാർക്കും ഉള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം ഷേപ്പ് ഓഫ് S ഓർബിറ്റലാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ എന്താ പറയാൻ പോകുന്നത്? നമ്മൾ ഷേപ്പ് ഓഫ് S ഓർബിറ്റൽസ് ആണ് പറയാൻ പോകുന്നത് അല്ലേ. അപ്പം S ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1s ഉണ്ട്, 2s ഉണ്ട്, 3s ഉണ്ട്, 4s ഉണ്ട് അല്ലേ. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ കുറേ ഓർബിറ്റൽസ് ഉണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം 1sൻ്റെ കാര്യം പറയാം കേട്ടോ. നമ്മൾ S ഓർബിറ്റൽ വെച്ചിട്ട് ഷേപ്പ് കണ്ടുപിടിക്കാൻ പോവാം കേട്ടോ. അപ്പം ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ ഇലക്ട്രോൺസ് ഇൻ 1s ഓർബിറ്റൽ വാസ് ഓൾമോസ്റ്റ് ക്ലോസ്. ദ പ്രോബബിലിറ്റി ആണ് ഇതിപ്പോൾ ന്യൂക്ലിയസ് ആണ് കേട്ടോ, ഇത് ന്യൂക്ലിയസ് ആണ്. ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഇൻ 1s ഓർബിറ്റൽ വാസ് വെരി ക്ലോസ് ടു ദ ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്രോബബിലിറ്റി ഉണ്ട്. നമ്മളിങ്ങനെ ഡോട്ട് കാണിക്കുന്നത് ദ പ്രോബബിലിറ്റി ആട്ടോ. അപ്പം ദ പ്രോബബിലിറ്റി വാസ് ഫൗണ്ട് ദാറ്റ് ബൈ സോൾവിങ് ദ Schrodinger ഇക്വേഷൻ ആൻഡ് ഗെറ്റിംഗ് ദ വേവ് ഫംഗ്ഷൻ, ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഇൻ 1s ഓർബിറ്റൽ വാസ് വെരി മച്ച് ക്ലോസ് ടു ദ ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്തായിരുന്നു ഈ ഒരു പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺസ് ഇൻ ദ 1s ഓർബിറ്റൽ കണ്ടത്. അങ്ങനെ അപ്പോൾ അവിടെ മനസ്സിലായി ഇറ്റ് വാസ് വെരി മച്ച് ക്ലോസ് ടു ദ ന്യൂക്ലിയസിൽ പ്രോബബിലിറ്റി ന്യൂക്ലിയസിൻ്റെ അടുത്തുണ്ട് പ്രോബബിലിറ്റി. അങ്ങനെ 2s ഓർബിറ്റിൽ കൺസിഡർ ചെയ്യും. ഇപ്പം ന്യൂക്ലിയസ് ഉണ്ട്
ആൻഡ് ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ. ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, അങ്ങനെ ദ 1s ഓർബിറ്റിൽ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ വാസ് വെരി മച്ച് ക്ലോസ് ടു ദ ന്യൂക്ലിയസ്. ആസ് ദി ഡിസ്റ്റൻസ് ഇൻക്രീസസ്, ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് പ്രോബബിലിറ്റി കുറഞ്ഞു വന്നു. അതായത് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി 1s പിന്നെ ഉണ്ടായിരുന്നില്ല, വെരി ലോ. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഇൻ 1s ഓർബിറ്റിൽ ഇസ് വെരി മച്ച് ക്ലോസ് ടു ദ ന്യൂക്ലിയസ്. ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് എന്നുള്ള ഡിസ്റ്റൻസ് ഇങ്ങനെ കൂടുന്നതിനനുസരിച്ച് ഇവിടെയുള്ള പ്രോബബിലിറ്റി, ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത കുറഞ്ഞു, ഓൾമോസ്റ്റ് 0 ആയി. പ്രോബബിലിറ്റീൻ്റെ കാര്യത്തിലാണ്. ഇതേപോലെ 2s കൺസിഡർ ചെയ്തപ്പം ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ ഇലക്ട്രോൺ, ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ വാസ് വെരി മച്ച് ക്ലോസ് ടു ദ ന്യൂക്ലിയസ്, 2s ഓർബിറ്റല്ലേ. പിന്നെ അവർ നോക്കിയപ്പോൾ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി വാസ് ഫൗണ്ട് ടു ബി 0. പിന്നെ എന്ത് കണ്ടു, വീണ്ടും ദ വാസ് an area where the probability of finding the electron was again maximum ഉള്ള വീണ്ടും ഒരു ഏരിയ കണ്ടു. അപ്പോൾ ശ്രദ്ധിച്ചേക്കണം, അതായത് ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് എന്ത് കണ്ടു, ദ വാസ് എ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ. അതാണ് ഞാൻ ഈ ഗ്രീൻ ഷെയ്ഡിൽ കാണിച്ചത്. പിന്നെ അതിൻ്റെ ചുറ്റും ഒരു പ്രോബബിലിറ്റിയും ഇല്ല, അതാണ് ഞാൻ ഈ റെഡ് കാണിക്കുന്നതാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ദർ ഇസ് നോ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ. അവിടെ ഇലക്ട്രോണിനെ കാണാനുള്ള ഒരു പ്രോബബിലിറ്റി ഇല്ല. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചുകൂടെ പോയപ്പം ദർ വാസ് എ ചാൻസ് ഓഫ് ഫൈൻഡിങ്, ഓർ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ വാസ് മാക്സിമം. അങ്ങനെ 2s ഇലക്ട്രോണിനെ കൺസിഡർ ചെയ്തപ്പം എന്ത് കണ്ടു, 2s ഓർബിറ്റിൽ നോക്കിയപ്പം ആദ്യം ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് ഇലക്ട്രോണിൻ്റെ പ്രോബബിലിറ്റി കണ്ടു, പിന്നെ പ്രോബബിലിറ്റി ഒന്നുമില്ല, പിന്നെ അവിടെ 0. പിന്നെ വീണ്ടും ഡിസ്റ്റൻസ് കൂടിയപ്പം വീണ്ടും ഇലക്ട്രോൺ ക്ലൗഡിനെ കാണാനുള്ള പ്രോബബിലിറ്റി അവിടെ വന്നു. അപ്പോൾ അടുത്തത് 3sൻ്റെ കേസ് പറയുമ്പോൾ, ഈ 3sൻ്റെ കേസ് കണ്ടപ്പം വീണ്ടും എങ്ങനെ, ന്യൂക്ലിയസ് ഉണ്ട്, ഈ ബ്ലൂ കളറിൽ ഞാൻ കാണിക്കുന്നത് ന്യൂക്ലിയസ് ആണ്. ആൻഡ് ദ ഫൗണ്ട് ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ was very much close to the nucleus, അതായത് ന്യൂക്ലിയസിനോട് കവർ ചെയ്ത പോലെ തന്നെ പ്രോബബിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്ത് കണ്ടു, ദർ ഇസ് നോ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എൻ ഇലക്ട്രോൺ. പിന്നെ എന്ത് ചെയ്ത്, ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ റെഡ് കാണിക്കുന്നത് എന്തിനാ വെച്ചാൽ പ്രോബബിലിറ്റി ഇല്ലയെന്ന് കാണിക്കുക കേട്ടോ. ഈ റെഡ് ഷെയ്ഡിൽ ഒരു പ്രോബബിലിറ്റി ഇല്ല. ദാറ്റ് മീൻസ് ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് ദർ വാസ് നോ പ്രോബബിലിറ്റി ഓഫ്. പിന്നെ വീണ്ടും ചെക്ക് ചെയ്തപ്പം വീണ്ടും ദർ വാസ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ. വീണ്ടും എന്താ, ഇത് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി വീണ്ടും ഉണ്ടായി. ആസ് ദ ഡിസ്റ്റൻസ് ഇൻക്രീസസ് അഗെയിൻ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ വാസ് 0. ഇത് 3sൻ്റെ കാര്യമാണ്. വീണ്ടും 0 ആയിട്ടുള്ളൊരു ഏരിയ കണ്ടത്, അതായത് അവിടെ പ്രോബബിലിറ്റി ഒന്നുമില്ല, ഇലക്ട്രോണിനെ കാണാൻ യാതൊരുവിധ ചാൻസും ഇല്ല. Again when we checked, it was found that the probability of finding the electron was again maximum. പിന്നെ നോക്കിയപ്പോൾ it was found to be 0. ഇതാണ് 3sൻ്റെ കേസിൽ. അപ്പോൾ ഒന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. The 1s ഓർബിറ്റലിനെ Schrodinger wave equation ഒക്കെ വെച്ച് സോൾവ് ചെയ്ത സമയത്ത് it was found that the probability of finding the orbital, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഷേപ്പ് ഓഫ് ദി ഓർബിറ്റൽ കേട്ടോ, the probability of finding the electrons in 1s orbital was very much close to the nucleus. As the distance increases, the probability of finding the electron was 0. ഇനി 2sൻ്റെ കേസിലെടുത്തപ്പം the probability of finding the electron was very much close to the nucleus. നമ്മൾ as the distance increases, the probability of finding the electron was 0. Again, as the distance increases, again there was a probability of finding the electron. There was a maximum. അവിടെ വീണ്ടും ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി കൂടി. 3s പിന്നെ ഉള്ളത് 0. There was no probability of finding an electron in 2s orbital. ഇനി 3s ഓർബിറ്റൽ, നമ്മൾ തേർഡ് മെയിൻ ഷെല്ലിലെ s ഓർബിറ്റലിനെ കുറിച്ചിട്ടാണ് അടുത്ത പറയുന്നത്. In 3s orbital, it was found that the probability of finding the electron was maximum at the nucleus. As the distance increases, the probability became 0. Again, the probability became maximum. Again, the probability became 0. And again, it was found to be maximum. And then, ഒന്നും ഉണ്ടായിരുന്നില്ല. The probability was 0. അപ്പോൾ ഞാൻ ഇവിടെ ഒരു റെഡ് ഷെയ്ഡ് കാണിച്ചു അല്ലേ. ഈ റെഡിനെ ഞാൻ എന്താ പറഞ്ഞത്, the probability of finding the electron is 0. The probability of finding the electron in these areas is known as 0 എന്ന് ഞാൻ പറഞ്ഞു. That area where the probability of finding the electron is 0 is known as the node or nodal surface. ഇതിന് എന്താ പറയുക? In an atom, the probability of finding an electron is 0. That area is known as node.
very important 1 mark or 2 mark question, or nodal surface. ഈ എസ് ഓർബിറ്റലിൻ്റെ കേസിൽ ഈ നോഡ് എന്ത് ഷേപ്പിലുള്ളത്? സർക്കുലർ ഷേപ്പിലല്ലേ. സോ ദിസ് ഇസ് നോൺ ആസ് റേഡിയൽ നോഡ്സ്. അപ്പോൾ എന്താണ് നോഡ്സ്? ദർ ആർ 2 type ഓഫ് നോഡ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ആദ്യം റേഡിയൽ നോഡ്സ് ആണ്. അപ്പോൾ എന്താണ് നോഡ്സ് അല്ലെങ്കിൽ നോഡൽ സർഫസ്? ദ ഏരിയ വെയർ ദ പ്രോബബിലിറ്റി ഓഫ് സീയിങ് ഇലക്ട്രോൺ ഇസ് 0. ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത 0 ആയിട്ടുള്ള ഏരിയയാണ് നമ്മൾ നോഡ് അല്ലെങ്കിൽ നോഡൽ സർഫേസ് പറയുക. ആസ് ദിസ് node or nodal surface is circular in shape, it is known as radial nodes, and this is having a radii. ഇതിനൊരു radii ഉണ്ടാവും. ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇപ്പം നമ്മൾ 1sൻ്റെയും 2sൻ്റെയും 3sൻ്റെയും കേസിൽ പറഞ്ഞു 1sന് നോഡ് ഉണ്ടോ? നോ നോഡ് അല്ലേ. ബിക്കോസ് ദ പ്രോബബിലിറ്റി, അതായത് ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അതായത് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ ഇസ് 0. അതായത് ഒരു പ്രോബബിലിറ്റി മാക്സിമം ഉള്ള ഒരു ഏരിയയും ഒരു പ്രോബബിലിറ്റി മാക്സിമം അതിൻ്റെ നടുവിൽ ദ പ്രോബബിലിറ്റി 0 ഉള്ള ആ ഏരിയനാണ് നമ്മൾ നോഡൽ സർഫേസ് ആയിട്ട് പറയുന്നത്. 1sന് നോഡ് ഉണ്ടോ? ഇല്ല, ബിക്കോസ് ഇത് കംപ്ലീറ്റ്ലി 0 ആണ്. 2sന് എത്ര നോഡ് ഉണ്ട്? 2s യു ഹാവ് സീൻ ദാറ്റ് 1 നോഡ് അല്ലേ. 3sൽ എത്ര നോഡ് ഉണ്ട്? 1, 2 നോഡ്സ്. അപ്പം എസ് ഓർബിറ്റലിൽ എത്ര നോഡ്സ് ഉണ്ടാവും എന്നുള്ള ഫോർമുല വെച്ച് കഴിഞ്ഞാൽ 2sൽ 1, 3sൽ 2 ആണെങ്കിൽ ദ നമ്പർ ഓഫ് നോഡ്സ് ഇൻ എസ് ഓർബിറ്റൽ വിൽ ബി n-1 നോഡ്സ്. എത്ര നോഡ്സ് ഉണ്ടാവും? 4sൽ എത്ര ഉണ്ടാവും എന്ന് വെച്ചാൽ 4 - 1, 3 നോഡ്സ്. 7sൽ എത്ര നോഡ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ 7 - n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. ഇതിലെ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ദ നമ്പർ ഓഫ് ഷെല്ലിൻ്റെ നമ്പറാണ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ. ഇത് ഫസ്റ്റ് ഷെല്ല്, ഇത് സെക്കൻഡ് ഷെല്ല്, ഇത് തേർഡ് ഷെല്ല്. അപ്പോൾ എന്നിൻ്റെ അവിടെ 3, 4, 5 ഇട്ട് കൊടുത്തിട്ട് അതിനെ 1 സബ്ട്രാക്ട് ചെയ്ത് നമുക്ക് നമ്പർ ഓഫ് നോഡ്സ് കിട്ടും. അപ്പോൾ നോഡും പറഞ്ഞ നോഡ്. ഇപ്പോഴും ഇത്ര നേരമായിട്ട് ഞാൻ എന്ത് പറഞ്ഞില്ല? ഷേപ്പ് പറഞ്ഞിട്ടില്ല അല്ലേ. ഏകദേശം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ പ്രോബബിലിറ്റി ചെക്ക് ചെയ്ത സമയത്ത് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ വാസ് സെയിം ഇൻ ഓൾ ദ ഡയറക്ഷൻ. ഇങ്ങനെ ന്യൂക്ലിയസിൻ്റെ അടുത്ത് വെച്ച് കൺസിഡർ ചെയ്തപ്പം ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഇൻ എസ് ഓർബിറ്റൽ വാസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻ ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് it was having a symmetrical shape. എന്ത് ഷേപ്പാണ് ഉള്ളത്? ഒരു സ്പെരിക്കൽ ഷേപ്പ്. അതായത് ഒരു സ്പെരിക്കൽ ഷേപ്പ്. ദ പ്രോബബിലിറ്റി ഓർ ഫൈൻഡിങ് ദി ഇലക്ട്രോൺ വാസ് മാക്സിമം ഇൻ ഓൾ ദ ഏരിയാസ്. ഇങ്ങനെ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാ ഏരിയയിലും ഒരേ പ്രോബബിലിറ്റിയാണ് ഇലക്ട്രോണിനെ കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ the shape of s orbital was spherical. s orbital എന്ത് ഷേപ്പാണുള്ളത്? സ്പെരിക്കൽ ഷേപ്പ്. അപ്പോൾ എസ് ഓർബിറ്റലിൻ്റെ ഷേപ്പ് വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. എക്സ് ആക്സിസ് എപ്പോഴും നമ്മൾ ഓർബിറ്റൽസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ പ്ലെയിൻ റെപ്രസെൻറ്റ് ചെയ്യണം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്, ആൻഡ് ദിസ് ഇസ് 1s ആണെങ്കിൽ നിങ്ങൾ എന്ത് കാണിക്കണം? ടെസ്റ്റ് ടു ബി ഷെയ്ഡ് ചെയ്ത് തന്നെ കാണിക്കണം. ദിസ് ഇസ് 1s ഓർബിറ്റൽ. കണ്ടോ? 1s ഓർബിറ്റൽ വിച്ച് ഈസ് സ്പെരിക്കൽ ഇൻ ഷേപ്പ്. മനസ്സിലായോ? അപ്പോൾ എസ് ഓർബിറ്റൽ എന്ത് ഷേപ്പാണ്? സ്പെരിക്കൽ. ഇപ്പോൾ ഇവിടെ ഞാൻ എന്തൊക്കെ പോയിന്റ് പറഞ്ഞു. ഇനി സ്പെരിക്കൽ ഷേപ്പാണെന്ന് പറഞ്ഞു. അപ്പം ഇനി നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓറിയൻറ്റേഷൻ പറഞ്ഞു തരുന്ന ഒരാളുണ്ട്. എത്ര ടൈപ്പ് ഓഫ് ഓറിയൻറ്റേഷൻ ഒരു ഓർബിറ്റലിനുണ്ടെന്ന് പറഞ്ഞു തരുന്നത് ഏത് കോണ്ടന്റ് നമ്പർ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഏതൊക്കെ പഠിച്ചു? പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ, അസിമുത്താൽ കോണ്ടന്റ് നമ്പർ, മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ആൻഡ് സ്പിൻ കോണ്ടന്റ് നമ്പർ. ഇതിലെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ ഗിവ്സ് ദി ഓറിയൻറ്റേഷൻ ഓഫ് ഓർബിറ്റൽ. ഏതൊക്കെ ആക്സിസിലേക്ക് അത് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്? അതായത് വെറും എക്സിലാണോ, വെറും വൈയിലാണോ, വെറും സെഡിലാണോ, അല്ലെങ്കിൽ എത്ര ഓറിയൻറ്റേഷൻ ഉണ്ടെന്നൊക്കെ പറയുന്ന നമ്പർ നമുക്ക് തന്നിരുന്നത് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ. അപ്പം നമുക്കറിയണം എസ് ഓർബിറ്റൽ ഒറ്റ ഓറിയൻറ്റേഷൻ ആണോ ഉള്ളത് അല്ലെങ്കിൽ മോർ ദാൻ 1 ഉണ്ടോ? അതറിയണമെങ്കിൽ നമുക്കറിയാം ദ അസിമുത്താൽ കോണ്ടന്റ് നമ്പർ ഫോർ എസ് ഇസ് ഈക്വൽ ടു 0. അസിമുത്താൽ കോണ്ടന്റ് നമ്പർ എസിൻ്റെത് ഏതാ നിങ്ങൾക്കറിയാം? L is equal to 0 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ദാറ്റ് ഇസ് -L2 + L ആയിരുന്നു അല്ലേ. -L2. അപ്പം -L2 + L എന്ന് പറഞ്ഞിട്ട് എന്താ? എന്നിനാകെ ഒരൊറ്റ വാല്യൂ ഉള്ളൂ, ദാറ്റ് ഈസ് 0. ഒറ്റ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഓൺലി 1 ഓറിയൻറ്റേഷൻ ഇൻ സ്പേസ്, ദാറ്റ് ഈസ് എസ് ഓർബിറ്റൽ ഈസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്. അതുകൊണ്ട് അതിന് ഒരൊറ്റ ഓറിയൻറ്റേഷനേ ഉള്ളൂ. സ്ഫെറിക്കൽ എങ്ങനെ നോക്കിയാലും ഒറ്റ ഓറിയൻറ്റേഷനല്ലേ ഉള്ളൂ. സോ എസ് ഓർബിറ്റൽ ഈസ് ഹാവിങ് എ സ്ഫെറിക്കൽ ഓറിയൻറ്റേഷൻ. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പം നമ്മൾ എസ് ഓർബിറ്റലിൻ്റെ കേസിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഇവിടെ പോയിന്റ്, ഇത് പോയിന്റ്സ് ആയിട്ട് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസിയാണ് പഠിക്കാൻ.
അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഷേപ്പ് ഓഫ് എസ് ഓർബിറ്റലാണ്. എസ് ഓർബിറ്റൽ, when we check the probability of finding the electron in one s orbital, it was found that the electron cloud was more close to the nucleus, and in 2s orbital it was found that the probability of finding the electron was more close to the nucleus. As the distance increases, the probability of finding the electron was found to be 0. Then again it increases, the probability of finding the electron was again increased. And the intermediate space, അതായത് ഇത് സ്പേസ് ഉണ്ട്, രണ്ട് പ്രോബബിലിറ്റി കാണിക്കുന്ന ഏരിയൻ്റെ നടുക്കുള്ളത് intermediate space between the intermediate space where the probability of finding the electron is found to be 0, that space is known as radial nodes, അല്ലെങ്കിൽ ഇതിനെ നോഡ് അല്ലെങ്കിൽ നോഡൽ സർഫേസ് എന്ന് പറയും. 3sലും ഇതേപോലെ the probability of finding the electron was very much close to the nucleus. As the distance increases, the probability was found to 0. Again, as the distance increases, the probability was found to increase. Again, as the distance increases, the probability was found to 0, again increases, and finally പിന്നെ 0 ആയിപ്പോയി. അപ്പം 3sലും നിങ്ങൾക്ക് എന്ത് കാണാം, there were 2 nodes in the എവിടെയുണ്ട് നമ്മുടെ ഈ 3s orbital എന്ന് പറയുന്നത്. 3s orbital is having 2 nodes, and as the വാല്യൂ ഇൻക്രീസസ്, അതായത് 4s 5sലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം നോഡ് കിട്ടാനുള്ള ഫോമുല n-1 ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ദ ഷേപ്പ് ഓഫ് എസ് ഓർബിറ്റൽ, ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ വാസ് ഓൾമോസ്റ്റ് സിമെട്രിക്കൽ ഇൻ ഓൾ ദ ഡയറക്ഷൻ ഇൻ കേസ് ഓഫ് എസ് ഓർബിറ്റൽ. അതായത് ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി എസ് ഓർബിറ്റൽ നോക്കിയപ്പം എല്ലാ ഡയറക്ഷനിലേക്കും ഒരുപോലെയാണ്. അങ്ങനെ നോക്കിയപ്പം ദ ഷേപ്പ് ഓഫ് എസ് ഓർബിറ്റൽ വാസ് ഫൗണ്ട് ടു ബി സ്പെറിക്കൽ ഇൻ ഷേപ്പ്. എന്ത് ഷേപ്പാണ്? സ്പെറിക്കൽ ഇൻ ഷേപ്പാണ്. പിന്നെ ഇവിടെ എത്ര ഇല്ലേ, ഇനി ഇതിന് എത്ര ഓറിയൻറ്റേഷൻ ഉണ്ട്? ഓറിയൻറ്റേഷൻ വാസ് ഗിവൺ ബൈ ദി കോണ്ടന്റ് നമ്പർ. സ്പിൻ കോണ്ടന്റ് നമ്പർ ആണ്, not spin content number, magnetic content number ആണ്. So for we know that for s orbital the azimuthal content number is 0. So L is equal to 0. Say m is equal to m have values minus L to plus L. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം m ന് എത്ര വാല്യൂ ഉണ്ട് എന്നുള്ളൊരു ഫോർമുല ഉണ്ടായിരുന്നു, 2L plus 1. അപ്പോൾ എത്ര വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും ഓറിയൻറ്റേഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ 2 ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ 0 ആണ്, 2 ഇൻറ്റു 0 plus 1 is equal to 1. So only one value for m means only one orientation in space. So sphere എപ്പോഴും നമുക്ക് spherical shape ഒറ്റ ഓറിയൻറ്റേഷനേ പോസിബിൾ ആവുള്ളൂ. So it has only one orientation in space. ഇത്രയും കാര്യം മനസ്സിലായോ എസ് ഓർബിറ്റലിൻ്റെ? ആ പോയിന്റ് ഒന്ന് റീകോൾ ചെയ്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്താ പോയിന്റ് ഇടാം. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് പി ഓർബിറ്റലിലേക്കാണ് കേട്ടോ. ഏതാണ്? പി ഓർബിറ്റൽ. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് പി ഓർബിറ്റലിലേക്കാണ് കേട്ടോ. പി ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് നമുക്ക് പറയണം അല്ലേ. അപ്പോൾ it was found that ഇതാണ് ഇപ്പോൾ ന്യൂക്ലിയസ് എങ്കിൽ it was found that the probability of finding the electron in p orbital was maximum at 2 lobes close to the nucleus. അതായത് ന്യൂക്ലിയസിൻ്റെ അടുത്ത് നിന്നും രണ്ട് ലോബിലേക്കാണ് പ്രോബബിലിറ്റി ഓഫ്, ഈ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വേണം ആ ഇലക്ട്രോണിനെ കാണാൻ സാധ്യതയുള്ളൊരു ഏരിയ. ഇപ്പം നമ്മൾ ഒളിച്ച് കളിക്കുന്ന സമയത്ത് ഇപ്പം ചിലവരൊക്കെ നല്ല ഹൈഡിങ് പ്ലേസസ് ഒക്കെ അറിയാം. ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടീൻ്റെ കൂടെയാണ് കളിക്കുന്നതെന്ന് വിചാരിക്കുക. കുഞ്ഞുകുട്ടി, ഇപ്പോൾ എനിക്കൊരു കുഞ്ഞു മോനുണ്ട്, അവൻ്റെ കൂടെയാണ് ഞാൻ കളിക്കുന്നത് വെച്ചാൽ അവന് സ്ഥിരമായിട്ട് 1-2 സ്ഥലമുണ്ട്. അവിടെ അല്ലാതെ വേറെ ഒരു സ്ഥലത്തും പോയി ഒളിക്കില്ല. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ്, അവനെ എനിക്ക് കാണാനുള്ള ഈ 2 ഏരിയ ആയിരിക്കും. അപ്പം ഞാൻ അവിടെ മാത്രം പോയി നോക്കിയാൽ മതി, അല്ലാതെ ഞാൻ ഡെപ്തിൽ ഈ സൈഡിലേക്കോ ആ സൈഡിലേക്കോ ഒന്നും പോകണ്ട. ഐ നോ ദാറ്റ് 2 areas, അവിടെ പോയാൽ അവൻ അവിടെ ഉണ്ടാവും. അതേപോലെയാണ് ഇവർ ഈ Schrodinger വേവ് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പം ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ വാസ് മാക്സിമം അറ്റ് ദ 2 lobes, അല്ലാതെ ഇപ്പുറത്തേക്കും ഒന്നുമില്ല. It was found that the probability of finding the electron was maximum at 2 lobes close to the ഓപ്പോസിറ്റ് സൈഡ്, അതായത് 2 lobes ഓപ്പോസിറ്റ് സൈഡ് ടു ദാറ്റ് ഓഫ് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഒരു 2 ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 2 lobesലാണ് ദിസ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ. അങ്ങനെയാണ് പി ഓർബിറ്റൽ ഈ ഷേപ്പിന് എന്താ പറയുക അറിയോ? ഡംപൽ ഷേപ്പ്. ഇതിനൊരു ഡംപൽ ഷേപ്പായിട്ട് വന്നത്. സോ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ ഇസ് മാക്സിമം ഇൻ 2 lobes on the opposite side of the nucleus. ന്യൂക്ലിയസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള 2 ലോബിലേക്കായിട്ടാണ് ഇവരുടെ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ്. ദസ് ഗിവ് റൈറ്റ്സ് ടു ദി ഡംപൽ ഷേപ്പ്. പി ഓർബിറ്റലിന് ഏത് ഷേപ്പാണ്? ഡംപൽ ഷേപ്പാണ് പി ഓർബിറ്റലിലുള്ളത്. ആൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പി ഇലക്ട്രോൺ ഇസ്
ഈക്വൽ ഇൻ ബോത്ത് ദ ലോബ്സ്, രണ്ട് ലോബ്സിൽ, അല്ലാതെ ഈ ലോബിൽ കുറേ ഇലക്ട്രോണിനെ കാണാൻ, അല്ലെങ്കിൽ ഈ ലോബിൽ കുറേ ഇല്ല. ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ വാസ് ഈക്വൽ ഇൻ ബോത്ത് ദീസ് ടു ലോബ്സ്. ഈ രണ്ട് ലോബ്സിലും ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത ഒരേപോലെയാണ്. ഇവിടെയും കാണാം, ഇവിടെയും കാണാം. അങ്ങനെയായിരുന്നു പി ഓർബിറ്റൽ. സോ പി ഓർബിറ്റൽ ഇസ് ഹാവിങ് എ ഷേപ്പ് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഡംബൽ ഷേപ്പ്. ഇനി അടുത്തത് നമുക്ക് നോക്കണം, ഇതിന് സ്പേസിൽ എത്ര ഓറിയൻറ്റേഷനാണ്. ഈ ഒരു രീതിയിൽ മാത്രമാണ് ഓറിയൻറ്റേഷൻ ഉള്ളത്, അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാം ഏതൊക്കെ ആക്സസ് ഉണ്ട്, എക്സ്, വൈ ആൻഡ് സെഡ് ആക്സസ്. ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് വൈ ആൻഡ് ദിസ് ഇസ് സെഡ് ആക്സസ്. ഓക്കെ, ഈ ഏതൊക്കെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് കോണ്ടന്റ് നമ്പറാണ് നമുക്കത് തരുന്നത്, ഓറിയൻറ്റേഷൻ ഓഫ് ദ ഓർബിറ്റ് എല്ലാം ഡിപ്പെൻഡിങ് അപ്പോൺ ദി സെറ്റ് ഓഫ് കോർഡിനേറ്റ് ആക്സസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരുന്നത് നമ്മുടെ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറാണ്. അപ്പോൾ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര ഓറിയൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം അസിമുഥാൽ കോണ്ടന്റ് നമ്പർ ഫോർ പി ഓർബിറ്റിൽ നമുക്കറിയാം L is equal to 1 ആണ് അല്ലേ. L is equal to 0 S ആണ്, L is equal to 1 P ആണ്. അപ്പം L is equal to 1 ആണ്. അപ്പം M is equal to മൈനസ് L to പ്ലസ് L ആണ്. അപ്പം -1 0 + 1 ഓർ എത്ര വാല്യൂസ് ഉണ്ടെന്ന് തരുന്ന ഫോർമുലയാണ് 2 × L + 1 ആണ്. ദാറ്റ് ഈസ് 2 × 1 + 1 is equal to 3. 3 വാല്യൂസ് ഉണ്ടെങ്കിൽ അവിടെ എന്ത് മനസ്സിലായി? ഇറ്റ് മീൻസ് ദാറ്റ് ദർ ആർ 3 പോസിബിൾ ഓറിയൻറ്റേഷൻ ഇൻ സ്പേസ്. സ്പേസിൽ 3 തരത്തിൽ ഈ പി ഓർബിറ്റൽ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നു. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, ഏതൊക്കെ ഡയറക്ഷനിലാണ് ഈ പി ഓർബിറ്റൽ. അപ്പം നമുക്ക് മനസ്സിലായി ഡംബൽ ഷേപ്പാണ്. അപ്പം ഏതൊക്കെ ഡയറക്ഷനിലായിരിക്കും ഇത് പഠിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്, വരയ്ക്കാൻ ചോദിക്കും. അപ്പോൾ ഇത് കറക്റ്റായിട്ടൊക്കെ വരച്ചേക്കണം കേട്ടോ. അപ്പം നമുക്ക് ആദ്യം അറിയാം 3 ഡയറക്ഷൻ ഉണ്ട്. ഏതൊക്കെ ഡയറക്ഷനാണ്? എക്സ്, വൈ, സെഡ്. ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് വൈ, ദിസ് ഇസ് സെഡ്. ദിസ് ഇസ് എക്സ്, ദിസ് ഇസ് വൈ, ദിസ് ഇസ് സെഡ്. 3 ഓറിയൻറ്റേഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഓരോ ഓറിയൻറ്റേഷനെ കാണിക്കുകയാണ്. ദിസ് ഇസ് നോൺ ആസ് പി എക്സ് ഓർബിറ്റൽ. ഷെയ്ഡ് ചെയ്യുക. എന്തിനാ ഷെയ്ഡ് ചെയ്യുന്നതെന്ന് അറിയോ? The probability of finding the electron is maximum in these 2 lobes, and this orbital is known as px, p subscript x, and the probability of finding the electron is maximum. നിങ്ങളെ ആക്സസ് നിങ്ങൾ ഇതുപോലെ എഴുതിക്കോ കേട്ടോ. ഇപ്പോൾ പി എക്സ് വൈ സെഡ് എഴുതിയാലും ഇങ്ങനെ എഴുതിയാലൊന്നും കുഴപ്പമില്ല. സോ the probability of finding the electron is maximum in y axis, then that p orbital is known as py orbital, and the probability of finding the electron is maximum in z axis, then it is known as, ഇത് ഷെയ്ഡ് ചെയ്യണം കേട്ടോ നന്നായിട്ട്, pz orbital. ശരിക്കൊരു p orbital എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാവും, എല്ലാ ആക്സസിലേക്കും. അതായത് പി എക്സ്, പി വൈ, പി സെഡ്, ആ ആക്സസിലൊക്കെ ഓരോ ലോബ്സ് ഉണ്ടാവും. അപ്പം അത് നമ്മൾ ഓരോ ഓറിയൻറ്റേഷനായി കാണിക്കുക. പി ഓർബിറ്റൽ മീൻസ് ഇറ്റ് വിൽ ബി ഹാവിങ് പി എക്സ്, പി വൈ ആൻഡ് പി സെഡ് ഓർബിറ്റൽ. അതായത് ഈ ഓരോ ഡയറക്ഷനിലേക്കും ഈ 2 ലോബ്സ് ഓറിയൻറ്റ് ചെയ്തിട്ടുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ എന്താ പറഞ്ഞത്? The probability of finding the electron in a p orbital was found to be maximum in 2 lobes opposite to that of nucleus, and it has, according to the spin content number, no, according to the magnetic content number, we have 3 values. 3 values means it is having 3 orientation in space. Which are the 3 orientation? px, py and pz. The probability of finding the electron is equal in these 2 lobes. ഇനി ഇവിടെ പറയാനുള്ളൊരു വേറൊരു കാര്യം തന്നെ, ആസ് ദ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഇൻക്രീസസ്, 3p, 4p, 5p അങ്ങനെയൊക്കെ വരുമ്പം ആസ് ദ വാല്യൂ ഓഫ് ക്വാണ്ടം നമ്പർ ആസ് ദ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ഇൻക്രീസസ്, ദി എനർജി ഓഫ് ദ പി ഓർബിറ്റൽ ഓർ ദി എനർജി ഓഫ് ദ പി ഓർബിറ്റൽ ഇൻക്രീസസ്. അതായത് 4p-നെക്കാട്ടും ആയിരിക്കും 5p-ക്ക് ഉണ്ടാവും. അങ്ങനെ എനർജി കൂടിക്കൊണ്ടിരിക്കും. ബട്ട് 3p എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3px ഉണ്ട്, 3py ഉണ്ട്, 3pz ഉണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. 3p ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അണ്ടർസ്റ്റുഡ് 3px ഉണ്ട്, 3py ഉണ്ട്, 3pz. All these orbital with the same principal quantum number have same energy. അതായത് 3px, 3py, 3pz-ന് സെയിം എനർജിയാണ്. പക്ഷേ 4px-നും 5px-നും ഡിഫറെൻ്റ് എനർജിയാണ്. ബട്ട് the orbital, the p orbital with the same quantum number has same energy, and these orbitals are known as
degenerate orbital, that is orbitals with the same energy are known as degenerate orbital. ഇങ്ങനെയുള്ള ഓർബിറ്റലിന് പറയുന്ന പേരാണ് degenerate orbital. ഇനിയിപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു നോഡൽ സർഫേസ്. ദേ ആർ ഓൾസോ ഹാവിങ് എ നോഡൽ സർഫേസ്. അതായത് ഇവർക്കൊരു പ്ലെയിൻ ഉണ്ടാവും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്ലെയിൻ, അതായത് ഇപ്പം നമ്മളൊരു എക്സ് ആക്സിസ് വൈ ആക്സിസ്, ഞാനിവിടെ ഒരു ഫോട്ടോ കാണിക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫോട്ടോയിൽ എന്താ കാണുന്നത്, ദർ ഇസ് എ സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് വെയർ ദർ ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഇസ് 0 ഇസ് നോൺ ആസ് ദി നോഡൽ സർഫേസ്. ഇവിടെയുള്ള നോഡും നിങ്ങൾ ആദ്യം പഠിച്ച നോഡും തമ്മിൽ എന്താ വ്യത്യാസം? ആദ്യം പഠിച്ച എസിൻ്റെ നോഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സ്ഫെറിക്കൽ ഇൻ ഷേപ്പ് അല്ലേ. ഈ നോഡോ ഇറ്റ് ഇസ് ഇൻ പ്ലെയിൻ അല്ലേ, ഒരു പ്ലെയിൻ ഷേപ്പിലാണ്. ഇങ്ങനെയുള്ള നോഡുകളെ നമ്മൾ പറയുന്ന പേരാണ് ആംഗുലാർ നോഡ്സ്. അപ്പം ഞാൻ പറഞ്ഞ 2 നോഡ്സ് ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് മെൻ ബൈ നോഡ്, വാട്ട് ആർ ദ 2 ടൈപ്സ് ഓഫ് നോഡ്സ് എന്ന് ചോദിക്കാം. ആൻഡ് കാൽക്കുലേറ്റ് ദ നോഡ്സ് എന്നും പറഞ്ഞിട്ട് ഇക്വേഷൻ ഒരു പ്രോബ്ലം ചോദിക്കാം. അപ്പം നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇന്റർമീഡിയറ്റ് സ്പേസ് വേർ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ ഇലക്ട്രോൺ ഇസ് 0. ദർ ആർ 2 ടൈപ്സ് ഓഫ് നോഡ്സ്, റേഡിയൽ നോഡ്സ് ആൻഡ് പ്ലെയിൻ നോഡ്സ്. റേഡിയൽ നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോൺസെൻട്രിക് നോഡ്സ് ഓർ ദ radial nodes are seen in s orbital and these nodes are having spherical in shape. Angular nodes are those nodes which are planar in shape, അല്ലെങ്കിൽ ഒരു കോൺ ടൈപ്പ് ആയിരിക്കും അവരുടെ ഷേപ്പ് എന്ന് പറയുന്നത്. പിന്നെ എന്താ പറഞ്ഞത്, അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഫോർമുല ഞാൻ പറഞ്ഞു തരാം കേട്ടോ, എങ്ങനെയാണ് റേഡിയൽ നോഡ്സും ആംഗുലാർ നോഡ്സിൻ്റെയും ഫോർമുല എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യം പി ഓർബിറ്റലിൻ്റെ മനസ്സിലായി. അപ്പോൾ പി ഓർബിറ്റൽ എന്തായിരുന്നു, ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ വാസ് മാക്സിമം ഇൻ 2 ലൂപ്സ് ആയിരുന്നു. അങ്ങനെ നോക്കി. പിന്നെ നമ്മൾ മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ വെച്ചപ്പം 3 ഓറിയൻറ്റേഷൻ കണ്ടു, പി എക്സ് പി വൈ പി സെഡ്. ഓൾ ദീസ് orbital in the same principle, that is same ഷെല്ലിലാണെങ്കിൽ they have the same energy and these orbitals are called as degenerate. But as the shell number increases, ഈ p orbitalന്റെ എനർജിയും കൂടിക്കൊണ്ടേയിരിക്കും. ഇത്രയും കാര്യം മനസ്സിലായോ? അടുത്തത് എന്താ, ഡി ഓർബിറ്റൽ അല്ലേ. ഡി ഓർബിറ്റൽ വളരെ സിമ്പിളാണ്. ഇതാണ് എപ്പോഴും വരയ്ക്കാൻ ചോദിക്കുക കേട്ടോ. ഡ്രോ ദ ഓർബിറ്റൽ ഡയഗ്രാം ഫോർ ഡി ഓർബിറ്റൽ എന്നൊക്കെ ചോദിച്ച് എന്തായാലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഡി ഓർബിറ്റലിൽ നമുക്ക് അസിമുഥാൽ കോണ്ടന്റ് നമ്പർ അറിയാം. എസിന് 0 ആണ്, പിന് 1 ആണ്, അപ്പോൾ ഡിക്ക് ഏതാണ് 2 ആണ് അല്ലേ. അപ്പം നമുക്ക് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പറിൻ്റെ വാല്യൂസ് എങ്ങനെയാണ്, -L to +L ആണ്. അതായത് -2 -1 0 +1 +2. അതായത് -2 മുതൽ +2 വരെ കിട്ടുന്ന വാല്യൂസ് എഴുതണം എന്നാണ്. -2 -1 0 +1 +2. എത്ര വാല്യൂസ് ഉണ്ടെന്ന് കാണിക്കാനുള്ള സിമ്പിൾ ഇക്വേഷൻ ആണ് 12 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ഇങ്ങനെ പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദർ ആർ 5 ഓറിയൻറ്റേഷൻ ഫോർ ഡി ഓർബിറ്റൽ. ഡി ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഓറിയൻറ്റേഷൻസ് ഉണ്ട്. 5 രീതിയിൽ അവർ ഓറിയൻറ്റ് ചെയ്തിരിക്കേണ്ട സ്പേസിൽ. ഏതൊക്കെ രീതിയിലാണ് ബേസ് ചെയ്തത്? ദാറ്റ് ഇസ് ദ ബേസ്ഡ് അപ്പോൺ ദി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ ഇൻ ഈച്ച് ആൻഡ് എവറി ഏരിയ. It has having 5 orientation and the name was given based upon ഏത് ആക്സിസിലേക്കാണ് അവർ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് അതിനൊക്കെ ബേസ് ചെയ്തിട്ട് അവർക്ക് 5 പേരുകളുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്. വിച്ച് ആർ ദ ഓർബിറ്റൽസ് ഇൻ ഡി എന്ന് വെച്ചാൽ DXY. എളുപ്പമായിട്ട് ആലോചിക്കാൻ, എക്സും വൈയും പിന്നെ സെഡ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് എന്ത് ചെയ്ത് DYZ, XY YZ ആയി. ഇനിയിപ്പോൾ എക്സിൻ്റെ കൂടെയും കൂടെ ഒരാൾ വരണം, DXZ അല്ലേ, XYZ ആയി. അപ്പം XY YZ XZ. പിന്നെ അടുത്ത ഓർബിറ്റൽ DX² - Y² ആൻഡ് DZ². ആലോചിക്കുക എളുപ്പമല്ലേ. എക്സും വൈയും സെഡും നമ്മൾ ക്ലബ് ചെയ്യുക, XY പിന്നെ YZ, പിന്നെ അടുത്ത ക്ലബിങ് എന്താ XZ. 3 എണ്ണം കഴിഞ്ഞു. പിന്നെ എക്സും വൈയും വെച്ചിട്ട് ഒരു സ്ക്വയർ, DX² - Y² ആൻഡ് DZ². ഇനി എന്താ, ഇതിൻ്റെ ഷേപ്പ് വരയ്ക്കണം. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ കൂടെ വരച്ച് പഠിക്കുക, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയോ, നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ എളുപ്പമാണ്. അപ്പോൾ എൻ്റെ കൂടെ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമ്പിൾ. അപ്പോൾ നോക്കി നോക്കുക, ഹൗ ദീസ് ഓർബിറ്റൽസ് ആർ ഓറിയൻറ്റഡ് ഇൻ സ്പേസ്, എങ്ങനെയാണ് ഇവരുടെ ഷേപ്പ് എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് DXY ആണ്. നമുക്കറിയാം ഏതൊക്കെയായിരുന്നു, ആദ്യം ഇങ്ങനെ ആലോചിച്ചോളൂ. DXY, DYZ, DXZ, DX² - Y² ആൻഡ് DZ². നമ്മൾ ഓരോന്നായിട്ട് വരയ്ക്കാൻ പോകണേ. ആദ്യം XY, DXY. അപ്പം ഞാൻ ആദ്യം എക്സ് ആക്സിസ് ഇട്ടു, വൈ ആക്സിസ്, എക്സ് ആക്സിസ് ഇട്ടു, വൈ ആക്സിസ് ഇട്ടു കേട്ടോ. സെഡ് കാണിക്കണേ, DXY അല്ലേടോ. ഇതാണ് എക്സ്, ഇതാണ് വൈ. അപ്പം ഇവരുടെ ആക്സിസിൻ്റെ ഇൻ ബിറ്റ്വീൻ, അതായത് പ്ലെയിൻ ഇൻ ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആക്സിസ് ആണ് DXY ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തേക്കണം,
ഇതങ്ങ് ഷെയ്ഡ് ചെയ്തേക്കണം കേട്ടോ. നല്ല വൃത്തിക്ക് ഷെയ്ഡ് ചെയ്യണം. ഞാനിപ്പോൾ എൻ്റെ എളുപ്പത്തിന് ഇങ്ങനെ കാണിച്ചുള്ളൂ. നിങ്ങൾ നല്ല പെൻസിലൊക്കെ വെച്ച് നല്ല ബ്യൂട്ടിഫുള്ളായി ചെയ്തിട്ട് ഇവിടെ എന്ത് എഴുതുക? DXY. ഡീൻ്റെ താഴെ XY. അടുത്തത് ഏതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്? DY. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. വൈയും സെഡ് ആണെങ്കിൽ ഒരു Y ആക്സ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുത്തോ. Y ഇവിടെ കൊടുക്കുക, Z ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഇവരെ ഇൻ ബിറ്റ്വീൻ 4 ലോബ് അങ്ങ് വരച്ചേക്കുക. എന്നിട്ട് എന്ത് ചെയ്തേക്കുക? നന്നായി ബ്യൂട്ടിഫുൾ ആയിട്ട് അങ്ങ് ഷെയ്ഡ് ചെയ്തേക്കുക. അതാ ഡി, നിങ്ങൾ നല്ല ബ്യൂട്ടിഫുള്ളായി ചെയ്തോളൂ കേട്ടോ. DYZ. ഇനി അടുത്ത ഏതാ വരയ്ക്കേണ്ടത്? DXZ. ഇതാ എക്സ് ഞാൻ ഇവിടെ കൊടുത്തു, സെഡ് ഞാൻ ഇവിടെ കൊടുത്തു. നിങ്ങൾക്ക് ഇനി എക്സ് ഇവിടെ കൊടുക്കൂ, അല്ല സെഡ് ഇവിടെ കൊടുക്കൂ, അതൊന്നും പ്രശ്നമില്ല കേട്ടോ. 2 ആക്സസ് കാണിക്കുക. എന്നിട്ട് ഇൻ ബിറ്റ്വീൻ ലോബ്സ് വരയ്ക്കുക. ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കണേ. ഞാൻ വരേണ്ട കാര്യത്തിൽ വളരെ വീക്കാണ്. എന്നിട്ട് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ അതെന്തായി? DXZ. ഓക്കെ. ഇനി വരുന്നത് DX² - Y² ആണ്. അപ്പോൾ എക്സും വൈയും ഉണ്ടെന്ന് മനസ്സിലായി. എക്സ് എഴുതുക, വൈ എഴുതുക. ഇവിടെ സ്പെഷ്യാലിറ്റി എന്താണ്? ഇവർ ഈ ആക്സിസിൻ്റെ മുകളിലാണ്. DX² - Y². ഇനിയുള്ള ആളാണ് DZ² കേട്ടോ. എന്നിട്ട് ഇവിടെ എഴുതി വെക്കണം DX² - Y². ഇനി DZ² ആകുമ്പോൾ നമുക്കിത് Z എഴുതാം, ഇത് X ആയിക്കോട്ടെ, ഏതോ വയ്യോ എന്തായാലും കുഴപ്പമില്ല. എന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു ഇലക്ട്രോൺ ക്ലൗഡ് ഇങ്ങനെ കൊടുക്കണം. ഇതാണ് DZ². That is, it will be along the Z axis and there will be an electron cloud through the center of the nucleus. അപ്പോൾ ഇത്രയുമാണ് നമുക്കുള്ള DXY, DYZ, DXZ, DX² - Y² and DZ². മനസ്സിലായോ? ഇപ്പോൾ ഡി ഓർബിറ്റൽ എന്താ നമ്മൾ പറഞ്ഞത്? ഫോർ ഡി ഓർബിറ്റൽ the azimuthal quantum number L is equal to 2, so -2, -1, 0, +1, +2. That means there are 5 orientation in space. Which are the 5 orientation of d orbital? DXY, DYZ, DXZ, DX² - Y² and DZ². അതിൻ്റെ വരച്ചു കഴിഞ്ഞു. And this is also having a പ്ലെയിൻ. ഇവർക്കും ഒരു പ്ലെയിൻ ഉണ്ട്. വേർ ദ പ്ലോസിബിലിറ്റി ഓഫ്, അത് നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദി ഇലക്ട്രോൺ ഇസ് 0 ആൻഡ് ദാറ്റ് പ്ലെയിൻ ഇസ് നോൺ ആസ് നോഡൽ പ്ലെയിൻ. ഇങ്ങനെ പ്ലെയിൻ ആണ് നമ്മുടെ നോഡൽ സർഫേസ് എങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് ആംഗുലാർ നോഡ്സ്. ഇത്രയും കാര്യം മനസ്സിലായോ? ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞു ഓർബിറ്റൽസിൻ്റെ കാര്യം പറഞ്ഞു. ഷേപ്പ് ഓഫ് ഓർബിറ്റൽസിൽ S, P, D പറഞ്ഞു കഴിഞ്ഞു. F നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ ഇല്ല. അപ്പോൾ ഇത്രയും ഓർബിറ്റൽസ് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നോഡ്സും അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും പിന്നെ 2 types ഓഫ് നോഡ്സും അതൊന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ അത് നോക്കി നോക്കാം. നമ്മൾ എന്താ പറയാൻ പോകുന്നത്? എന്താണ് നോഡൽ സർഫേസ് അല്ലെങ്കിൽ നോഡ്സ്, എന്താണ് വിച്ച് ആർ ദ 2 types ഓഫ് നോഡ്സ് എന്നൊക്കെയുള്ളതാണ് പറയാൻ പോകുന്നത്. സോ നോഡൽ സർഫേസ് ആണ് ദ റീജിയൻ വേർ ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എൻ ഇലക്ട്രോൺ ഇസ് 0 ഇസ് നോൺ ആസ് നോഡ്സ് അല്ലെങ്കിൽ നോഡൽ സർഫേസ് എന്ന് പറയുന്നത്. ദർ ആർ 2 types ഓഫ് നോഡ് അല്ലെങ്കിൽ നോഡൽ സർഫേസ്. വൺ ഇസ് നോൺ ആസ് radial nodes and second one is known as angular nodes. Radial nodes പറഞ്ഞു കഴിഞ്ഞാൽ it is spherical in shape or the spherical shape where or the intermediate space where the probability of finding the electron is 0 is known as radial nodes. They are spherical in shape. They have a definite radii. And the formula for finding the radial nodes is based upon the principal quantum number, that is n minus L minus 1 in the formula which we will get radial nodes. So angular nodes in the angular nodes are the planar surface where the possibility of finding an electron is 0. And the angular nodes is given by the azimuthal quantum number L, or angular nodes is given by L. എത്ര L ഉണ്ടോ അത്രയും ആംഗുലാർ നോഡ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n-1. ഈ ഫോർമുലയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇതൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോട്ട്സിൽ പറയാനുള്ള. പോയിന്റ്സ് ഒന്നും വിട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു. യെസ്, n-1ഉം നമ്പർ ഓഫ് ആംഗുലാർ നോഡ്സ് എന്ന് പറയുന്നത് L ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്കിന്ന് പറയാനുള്ളൂ, പഠിക്കാനുള്ളൂ. വളരെ സിമ്പിളാണ്. ഇനി ഒന്ന് ടെക്സ്റ്റ് വായിച്ചു നോക്കും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് കേട്ടോ. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ഇട്ടോളൂ. പിന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോട്ട്സ് ഉണ്ടാവും. എല്ലാവരും നന്നായി പഠിക്കുക. പിന്നെ കമൻസ് ഇടൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ഇടൂ. അപ്പോഴല്ലേ ഞാൻ പറയുന്നുണ്ടല്ലോ എൻ്റെ എനർജി നിങ്ങളുടെ കമൻസാണ്. നന്നായി പഠിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.